കൊല്ലം നീണ്ടകര കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്ത തെരച്ചിൽ തുടരുന്നു. നേവിയുടെ INS കൽപ്പേനി എന്ന റെസ്ക്യൂ കപ്പലാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം സർക്കാർ സംവിധാനങ്ങൾക്ക് ഏകോപനമില്ലെന്നും തങ്ങളെ തള്ളിയ ഫിഷറീസ് മന്ത്രിയെ താനും തള്ളിയെന്ന് ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മ പറഞ്ഞു. 8:30 നേവി സംഘം ബോട്ടപകടം നടന്ന സ്ഥലത്ത് തെരച്ചിൽ തുടങ്ങി. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ കടലിന്റെ അടിത്തട്ടിൽ വലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നായിരുന്നു പരിശോധിച്ചത്. ഷോറിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അവർ ഡൈവിംഗ് ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് ഫലപ്രദമാകും എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അനുമാനം. അതിനുപരിയായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്ന മറ്റൊരു മെക്കാനിസം, കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഇന്നലെ സെർച്ച് നടത്തിയെങ്കിലും അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ലോഡ് ചെയ്ത് വരുന്ന ഫ്യൂവല് കൊല്ലത്തെത്തിക്കഴിഞ്ഞ് അവർക്ക് ആ ഫ്യൂവല് തീരുമ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ അതിനുവേണ്ടി ചെയ്തേക്കുന്നത് അത് ആശ്രാമം മൈതാനത്തിൽ ലാൻഡ് ചെയ്യാനും എന്നിട്ട് കൊച്ചിയിൽ നിന്നുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ATF ഇവിടെ കൊണ്ടുവന്ന് അത് റീഫ്യൂവലിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ മെറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റ് ഗാർഡും ഒരുമിച്ച് തെരച്ചിൽ നടത്തിയില്ലെന്ന് ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾ അന്ന് ഉപയോഗിച്ചില്ലെന്നാണ് അത്ഭുതം. ഇപ്പോഴും കോർഡിനേഷൻ ഇല്ല. നേവി ഷിപ്പ് എത്തിയത് കോസ്റ്റൽ പോലീസ് അറിഞ്ഞതുപോലുമില്ല. എത്ര തല്ലിയാലും ഞാൻ നന്നാകില്ല അമ്മാവ എന്ന സമീപനമാണ് ഉദ്യോഗസ്ഥരുടേത്. ഈ തെരച്ചിൽ കഴിഞ്ഞാൽ അടുത്ത ദുരന്തത്തിനായി കാത്തിരിക്കുകയാണോ സർക്കാർ എന്നും രേഷ്മ ചോദിച്ചു. ഫിഷറീസ് മന്ത്രി പിന്നീട് വിളിച്ചിട്ടില്ല. ഞങ്ങളെ തള്ളിക്കളഞ്ഞ ഫിഷറീസ് മന്ത്രിയെയും ഞങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും തന്റെ നിലപാട് വ്യക്തമാക്കി. എനിക്ക് ഈ ഒരു സമരത്തോടു കൂടിയാണ് ഇത് നമുക്ക് ഈ ആവശ്യങ്ങൾ അറിയിക്കാനും, അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ട് എന്ന് അറിയുന്ന ഗവൺമെൻറ് ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ വൈകിയതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോഴും നമ്മൾ കോസ്റ്റൽ സ്റ്റേഷനിൽ ചെന്നിട്ട് കപ്പലിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അതാണൊരു കോർഡിനേഷൻ ഇല്ല എന്ന് പറയുന്നത്. അപ്പോഴും അവരിത് അറിഞ്ഞിട്ടില്ല. കപ്പൽ പടിഞ്ഞാറ് വശത്ത് നമ്മൾ കണ്ടു, സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരപ്പോഴും അത് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇനി ഈ 10 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിന് അടിസ്ഥാനപരമായിട്ട് അവർ വീണ്ടും പറയുകയാണ്, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇനിയും, നിങ്ങളിനി എത്ര കിടന്ന് കൊല വിളിച്ചാലും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ദിവസം കഴിയുന്തോറും നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ നിരീക്ഷണ പറത്തൽ നടത്തും. ഹെലികോപ്റ്ററിന് ആവശ്യമായ ഇന്ധനം കൊച്ചിയിൽ നിന്ന് കൊല്ലത്തെത്തിക്കും. അപകടം നടന്ന സ്ഥലത്ത് പരിശോധന തുടരാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.